നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷിംനയിൽ വാഹനാപകടത്തിൽ മരിച്ച സൈനികന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം സംസ്കരിച്ചു. കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയുടെ ഊർജ കിരൺ ക്യാമ്പയിൻ. വളർത്തുമൃഗങ്ങൾക്ക് ചൂടിൽ നിന്നും സംരക്ഷണമൊരുക്കി ക്ഷീര കർഷകർ. വിമാനയാത്രക്കാരെ ബാധിക്കുന്ന മിന്നൽ സമരങ്ങൾ നിരോധിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷന്റെ സമര പ്രഖ്യാപന കൺവെൻഷൻ മെയ് 16 കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സൈനിക വാഹനത്തിന് മുകളിലേക്ക് പാറക്കല്ല് പതിച്ചു മരിച്ച സൈനികൻ പി ആദർശിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഫറൂഖ് കുന്നത്തുമൊട്ട വടക്കേ വാൽപ്പറമ്പിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഞായറാഴ്ച രാത്രി 10:30 ഇൻഡിഗോ വിമാനത്തിൽ കരിപ്പൂരിലെത്തിച്ച മൃതദേഹം 122 ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയൻ സൈനിക ബഹുമതികളോടെ ഏറ്റുവാങ്ങി. തഹസിൽദാർ MM പ്രേംലാൽ, കുടുംബാംഗങ്ങൾ, കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ ഭാരവാഹികൾ എന്നിവരും എത്തിയിരുന്നു. രാത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം കരസേനയുടെ നേതൃത്വത്തിൽ രാവിലെ വിലാപയാത്രയായി ഫറോക്കിലെത്തിച്ചു. ഫറോക്ക് ചുങ്കം ഖാദിസിയ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പൂർണ്ണ സൈനിക ബഹുമതികളോടെ കുന്നത്തുമൊട്ട വടക്കേ വാൽപ്പറമ്പിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ ഭൗതിക ശരീരം ചുങ്കത്തേക്ക് എത്തിച്ചു. കരസേന 426 ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ സൈനികനായ ലാൻസ് നായിക് ആദർശ് സഞ്ചരിച്ച വാഹനത്തിന് മുകളിലേക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പാറക്കല്ല് വീണത്. ജാക്രി ട്രാൻസിറ്റ് ക്യാമ്പിൽ നിന്നും യൂണിറ്റിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഊർജ കിരൺ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വേനൽക്കാലത്തെ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതായിരുന്നു പരിപാടി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈദ്യുതി ബോർഡ്, എനർജി മാനേജ്മെന്റ് സെന്റർ കേരള, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്നിവയുടെ നേതൃത്വത്തിൽ അത്താണിക്കൽ പ്രോഗ്രസീവ് ഗ്രന്ഥാലയവുമായി സഹകരിച്ച് കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഊർജ കിരൺ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രോഗ്രസീവ് ഗ്രന്ഥശാലയിൽ നടന്ന വേനൽക്കാല ഊർജ സംരക്ഷണ പ്രചാരണം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 90% എണ്ണ മുഴുവൻ നമ്മൾ പുറത്തു പോയിട്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ അതുണ്ടാക്കി വെക്കുന്നൊരു ദ്രോഹം ചെറുതാണ്. എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ അത്ര വ്യാപകമായിട്ടുള്ള പ്രധാന കാരണം എന്താണ്? അന്തരീക്ഷ മലിനീകരണം. അത് ഈ വാഹനങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു ചെറിയ തോതിലല്ല. പലപ്പോഴും എല്ലാ വീട്ടിലും എന്തെങ്കിലും വാഹനമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഒരു വീട്ടിലൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല. ഉറപ്പാണ്. ഇപ്പൊ 2 വീലറിംഗ് ഇല്ലാത്തൊരു വീട് നമ്മൾ എവിടെയെങ്കിലും ഉണ്ടോ? 72ാം വാർഡ് കൗൺസിലർ MK മഹേഷ് അധ്യക്ഷനായി. കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V സുരേഷ് ബാബു, KSEB വെസ്റ്റ് ഹിൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി P നായർ, നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP മോഹൻദാസ്, ലൈബ്രറി പ്രസിഡന്റ് K പവിത്രൻ, സെക്രട്ടറി I ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു. എന്താണ് ഊർജ്ജ പ്രതിസന്ധി, എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ
വടകര നോർത്ത് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡി ദിബിൻ ദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആശാ ശശാങ്കൻ, ADS ചെയർപേഴ്സൺ ടി സജിത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ നോർത്ത് CDS മെമ്പർ PR ഷിജു സ്വാഗതവും ദർശനം പരിസ്ഥിതി വേദി കൺവീനർ P ബാബുദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചൂട് അസഹ്യമായതോടെ വളർത്തുമൃഗങ്ങളും പരിഭ്രാന്തിയിലാണ്. മൃഗസംരക്ഷണ വകുപ്പ് വേനൽ ചൂടിൽ നിന്നും വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാനായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതോടെ തൊഴുത്തിൽ ഫാൻ ഘടിപ്പിച്ചും പശുക്കളെ 3 നേരം കുളിപ്പിച്ചും അവയ്ക്ക് ആശ്വാസമൊരുക്കുകയാണ് ക്ഷീരകർഷകർ. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് മുക്കിനടുത്ത് താമസിക്കുന്ന സഫീർ UK പാരമ്പര്യമായി പശു വളർത്തലിൽ ഏർപ്പെട്ടയാളാണ്. 14 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഫീറിന് 10 പശുക്കളുണ്ട്. കൂടപ്പിറപ്പുകളെ പോലെ തൻ്റെ പശുക്കളെ പരിപാലിക്കുന്ന സഫീർ തൊഴുത്തിൽ 2 ഫാനുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് പൊതുവെ ചൂട് കുറവാണ്. എന്നാലും കനത്ത ചൂട് പശുക്കളെ ബാധിക്കുന്നുണ്ട്. ഒരു രക്ഷ എന്ന നിലയ്ക്കാണ് ഫാനുകൾ സ്ഥാപിച്ചത്. ചൂടായതിനാൽ ഒരു പശുവിൽ നിന്നും 2 മുതൽ 3 ലിറ്റർ വരെ പാലിൻ്റെ അളവിൽ ലഭ്യതക്കുറവുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വഭാവത്തിലും ആരും ചൂട് കൂടുമ്പോൾ അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ വെച്ച് കൊടുക്കുന്നത്. ചൂട് കൂടിയിട്ട് കഥയിലും പാലിൻ്റെ അളവിൽ കുറവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സഫീറിന്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ഗ്യാസ് തൊഴുത്തിൽ നിന്ന് തന്നെ ബയോഗ്യാസിലൂടെയാണ് ലഭിക്കുന്നത്. ബാലുശ്ശേരിക്ക് സമീപം വട്ടോളിയിലെ സ്വകാര്യ ഫാമിന്റെ ഉടമയായ ഷാജിദയ്ക്ക് 18 പശുക്കളുണ്ട്. 6 ഫാനുകളാണ് ഇവിടെ പശുക്കൾക്ക് ഇളംകാറ്റ് നൽകുന്നത്. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് വാങ്ങിയ വ്യക്തിയാണ് മേപ്പയ്യൂർ വിളയാട്ടൂരിലെ M സുരേന്ദ്രൻ. 1996 മുതൽ ചെറിയ രീതിയിൽ പശു വളർത്തലിൽ ഏർപ്പെട്ട അദ്ദേഹത്തിന് ഇപ്പോൾ 8 പശുക്കളുണ്ട്. തൊഴുത്തിലെ പശുക്കൾക്ക് ഫാനും മ്യൂസിക് ബോക്സും സുരേന്ദ്രൻ സ്ഥാപിച്ചിട്ടുണ്ട്. തൊഴുത്തിൽ പശുക്കളെ പൊതിയുന്ന കൊതുകിനെ തുരത്താനും ഫാൻ ഉപകരിക്കും. കത്തുന്ന ചൂടിൽ പശുക്കളുടെ വായിൽ നിന്ന് നുരയും പതയും, വരൽ, കിതപ്പ് എന്നിവ അനുഭവപ്പെടുന്നതിനാൽ ഇതിനെ പ്രതിരോധിക്കാൻ ദിവസവും 3 നേരം കാലികളെ കുളിപ്പിക്കുന്നുമുണ്ട്. രാവിലെ തന്നെ ഒരു ചൂട് കൂടുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യും. അത് ഒരു 5-5:30-6 മണി വരെ വർക്ക് ചെയ്തിട്ട് 1 മണിക്കൂർ ഓഫാക്കിയിട്ട് വീണ്ടും രാത്രി ഒരു 9 മണി 10 മണി വരെ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്. ചൂടിനെ ക്രമീകരിക്കാൻ തൊഴുത്തിൽ നല്ല വായുസഞ്ചാരം ലഭ്യമാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ AJ ജോയ് നിർദ്ദേശിക്കുന്നു. പടർന്ന് പന്തലിക്കുന്ന ചെടികൾ തൊഴുത്തിന് പരിസരത്തൊക്കെ വെച്ചുപിടിപ്പിക്കുന്നത് നല്ലതാണ്. തൊഴുത്തിന്റെ മേൽക്കൂരയുടെ ഉയരം കൂട്ടുകയും ഭിത്തിയുടെ ഉയരം കുറയ്ക്കുകയും വേണം. തൊഴുത്തിൽ ഫാനുകൾ നിർബന്ധമാക്കുക. മേൽക്കൂരയിൽ ജൈവ പന്തൽ ആയ കോവയ്ക്ക, പാഷൻ ഫ്രൂട്ട് എന്നിവ പടർത്തുക തുടങ്ങിയ നടപടികളും ചൂടിന് ശമനം വരുത്തുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിമാനയാത്രക്കാരെ ബാധിക്കുന്ന മിന്നൽ സമരങ്ങൾ നിരോധിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മിന്നൽ സമരം മൂലം യാത്ര മുടങ്ങിയവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രസിഡന്റ് C ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. മെയ് 8, 9 തീയതികളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ മിന്നൽ സമരം മൂലം ഗൾഫ് സെക്ടറിൽ അമിത വിമാന നിരക്ക് നൽകിയ യാത്രക്കാർക്കുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. കപ്പൽ സർവീസ് എത്രയും നേരത്തെ ആരംഭിക്കണമെന്നും സംഘടന ആവശ്യമുന്നയിച്ചു. ഈ ആവശ്യങ്ങൾ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി, കേരള ഗോവ ഗവർണർമാർ, വ്യോമയാന മന്ത്രി, വിദേശകാര്യ സഹമന്ത്രി, DGCA, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, കേരള മുഖ്യമന്ത്രി, നോർക്ക മാരിടൈം ബോർഡ് ചെയർമാൻ എന്നിവർക്ക് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി, UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദ് എന്നിവർ നിവേദനം സമർപ്പിച്ചതായും C ചാക്കുണ്ണി പറഞ്ഞു. ഇത്രയും വലിയ ഒരു മിന്നൽ സമരം ഉണ്ടായിട്ട് അത് സെറ്റിലാക്കാൻ വേണ്ടി സാധാരണ ഒരു തൊഴിൽ സമരത്തിൻ്റെ ആഗ്രഹത്തോടെയാണ് ഒരു ലേബർ ജോയിന്റ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. നേരത്തെ തന്നെ DGC മറ്റ് ബന്ധപ്പെട്ട ഇടപെട്ടെങ്കിൽ നേരത്തെ തീർക്കാമായിരുന്നു. ഇനിയെങ്കിലും കേരള സർക്കാർ വളരെയധികം മുന്നോട്ട് പോയി പുരോഗമിച്ച കപ്പൽ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെയധികം അനുഗ്രഹമാവും. സമരം പിൻവലിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിമാനം റദ്ദ് ചെയ്യലും വൈകലും തുടരുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ്. മിന്നൽ സമരം മുൻകൂട്ടി ബന്ധപ്പെട്ടവർ അറിഞ്ഞില്ല എന്നതും അറിഞ്ഞിട്ടും വ്യോമയാന മന്ത്രാലയവും DGCAയും ഇടപെടാതെ സാധാരണ തൊഴിൽ സമരം കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെ
ലേബർ കമ്മീഷണറെ മാത്രം ചുമതലപ്പെടുത്തി വിട്ടുനിന്നതുമാണ് പ്രശ്നം സങ്കീർണമാക്കിയതെന്നും സി ചാക്കുണ്ണി പറഞ്ഞു. ഇത്തരം സമര രീതി യാത്രക്കാരെ മാത്രമല്ല കാർഗോ, കാർഷിക, ടൂറിസം, ചികിത്സാ മേഖലകളിലെ എല്ലാം പ്രതികൂലമായി ബാധിക്കുമെന്നും ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘന സമരം ആവർത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ നടപടികൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചതെന്നും സി ചാക്കുണ്ണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 10 കോടി രൂപ ചിലവിൽ മെറൈൻ വേൾഡ് ഒരുക്കുന്നു ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഒരു ചില്ല് ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും പ്രണയിക്കുന്നത് കാണാം. ആഴക്കടലിലെ ചെകുത്താൻ ആംഗ്ലർ ഫിഷ് നെറ്റിയിൽ ടോർച്ചുമായി നിങ്ങളെ വിഴുങ്ങാൻ കാലിക്കറ്റ് ട്രേഡ് സെന്റർ സ്വപ്ന നഗരിയിൽ. മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ മെയ് 16 നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. CITU നേതാവ് എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യുമെന്ന് AKFMCA ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ വലിയൊരു പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്താനുള്ളത് ആന്ധ്രയിലേക്കും മഹാരാഷ്ട്രയിലേക്കും അതേപോലെ തമിഴ്നാട്ടിലും കർണാടകയും ഈ 4 സ്ഥലങ്ങളിലേക്ക് ഈ മത്സ്യ ബോക്സുകൾ കടത്തിക്കൊണ്ടുപോകാം. എന്നിട്ട് അത് 700 രൂപയുള്ള ബോക്സ് അത് 300 രൂപയ്ക്കും അതുപോലെ 250 രൂപയൊക്കെ വാങ്ങിക്കും. അത് കരിഞ്ചന്തയൊക്കെ വാങ്ങിച്ച് അങ്ങനെ അച്ച് ചെയ്ത ബോക്സ് ഗ്രൈൻഡർ ഉപയോഗിച്ച് അത് വികൃതമാക്കി മിക്സ് ബോക്സ് എന്ന പേരിൽ കേരളത്തിലെ മാർക്കറ്റിലേക്ക് തന്നെ മത്സ്യം കൊണ്ടുവരാം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരളത്തിലെ മത്സ്യവ്യാപാരികളുടെ കോടികൾ വിലമതിക്കുന്ന മത്സ്യ ബോക്സുകൾ കളവ് പോയ പശ്ചാത്തലത്തിൽ നൽകിയ പരാതിയിൽ പോലീസ് നടപടികൾ സ്വീകരിക്കുക, ഹാർബറുകളിലും മാർക്കറ്റുകളിലും രൂപീകരിക്കുന്ന മാനേജ്മെന്റ് സൊസൈറ്റികളിൽ മത്സ്യവ്യാപാരികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, അനധികൃത മത്സ്യമാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് തടയുക, മത്സ്യമാർക്കറ്റുകളും ഹാർബറുകളും കാലോചിതമായി നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. മെയ് 16 കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ CITU നേതാവ് എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ നേതാക്കളായ CM ഷാഫി, VV അനിൽ, മുഹമ്മദ്, KC അബ്ദുള്ള, റദീഷ് KP തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവർക്കായി നരുക്കിനി CM മഖാം കമ്മിറ്റി പഠന ക്ലാസ് നടത്തി. അഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. CM മഖാം ഷെരീഫിൽ നടന്ന ക്ലാസിന് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട് നേതൃത്വം നൽകി. ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് CM മഖാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. അഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് കോയ ഫൈസി അധ്യക്ഷത വഹിച്ചു. ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട് ക്ലാസിന് നേതൃത്വം നൽകി. ഷറഫുദ്ദീൻ, മുത്തോട്ട് അബ്ദുറഹിമാൻ, K മുഹമ്മദ്, VPC ഇസ്മായിൽ, ഫൈസൽ ഫൈസി മടവൂർ, VC റിയാസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട CM റുല്ലാഹി മഖാം ഷെരീഫിന് കീഴിൽ നടന്നു വരുന്ന വ്യത്യസ്ത സ്ഥാപനങ്ങൾ, ജാമിയ ശരിയ ഉൾപ്പെടെയുള്ള CM മഖാം ഓർഫനേജ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളും സംരംഭങ്ങളും വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സംരംഭങ്ങൾക്ക് വേണ്ടി, വിശിഷ്യ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യവും പൈതൃകവും ഒക്കെ നിലനിൽക്കുന്നതിന് വേണ്ടി പരിശുദ്ധമാകുന്ന ഹജ്ജിൻ്റെ വേളയിലും അതുപോലെ തന്നെ മദീന സിയാറത്തിലും ഒക്കെ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട ഹാജിമാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട CM മഖാം കമ്മിറ്റി ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. മറ്റെന്തെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങളോ മറ്റൊന്നും ഈ ക്ലാസ്സിൻ്റെ പിന്നിലില്ല. തീർത്തും അവരെ കൊണ്ടൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് അവരെ ഏൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാണ്. TK കുഞ്ഞിമാഹിൻ ഹാജി ഖത്തർ, അബു മൗലവി, AP അബ്ദുറഹിമാൻ കുട്ടി, UV മുഹമ്മദ് മൗലവി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ AICPO ഭോപ്പാൽ കോഴിക്കോട് ജില്ലാ ചാപ്റ്റർ രൂപീകരിച്ചു. സംഘടനയുടെ ഉദ്ഘാടനം മെയ് 14 മറീന റെസിഡൻസിയിൽ നടക്കുമെന്ന് ദേശീയ പ്രസിഡന്റ് ഹരിക് ശങ്കർ ശുക്ല പറഞ്ഞു.
The Consumer Protection Act 1986 was enacted to protect the right and interest of people from exploitation by trade and industry. According to this, any person who buys goods or service for his own use is a consumer. The user of these goods and service with the permission of the buyer is also a consumer. Under this act, for easy, cheap and quick disposal of consumer complaints, consumer redressal agencies have been framed at the district, state and national level, which are popularly known as consumer tribunal. ഉപഭോക്തൃ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഉപഭോക്താവ് കോടതിയെ സമീപിക്കണമെന്ന ബോധവൽക്കരണം നൽകാനും കോടതിയെ സമീപിക്കാനുള്ള നിയമസഹായം നൽകാനും കോടതിയിൽ എത്തുമുൻപേ ഇടപെട്ട് പരിഹാരം കാണാനും വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ. ഇന്ത്യ സർക്കാർ അംഗീകരിച്ച ഈ സംഘടന കേരളത്തിലും സജീവമാകാൻ ഒരുങ്ങുകയാണെന്നും കോഴിക്കോട് ജില്ലാ ചാപ്റ്ററിന്റെ ഉദ്ഘാടനം മെയ് 14 ചൊവ്വാഴ്ച മറീന റെസിഡൻസിയിൽ നടക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് VP അബ്ദുൽ കരീം, സംസ്ഥാന ജനറൽ സെക്രട്ടറി R ജയന്ത്കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പല ഓർഗനൈസേഷൻ ഇന്ത്യയിലുണ്ട്, എല്ലാ ഇത് റെക്കഗ്നൈസ് ഈ ഓർഗനൈസേഷൻ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നാളെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 10 കോടി രൂപ ചിലവിൽ മെറൈൻ വേൾഡ് ഒരുക്കുന്നു ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഒരു ചില്ല് ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും പ്രണയിക്കുന്നത് കാണാം. ആഴക്കടലിലെ ചെകുത്താൻ ആംഗ്ലർ ഫിഷ് നെറ്റിയിൽ ടോർച്ചുമായി നിങ്ങളെ വിഴുങ്ങാൻ കാലിക്കറ്റ് ട്രേഡ് സെന്റർ സ്വപ്ന നഗരിയിൽ. മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആസ്വാദകർക്ക് കാതിനിമ്പമേറിയ ഗാനങ്ങളിലൂടെ പാട്ടും കട്ടനും പരിപാടി ശ്രദ്ധേയമായി. മ്യൂസിക് ലവേഴ്സ് കോഴിക്കോടാണ് പേരുപോലെ ഗൃഹാതുരമായ ഗാനങ്ങൾ സമ്മാനിച്ച് ടൗൺ ഹാളിലെ കാണികളുടെ മനം കവർന്നത്. കഴിഞ്ഞ 15 വർഷമായി കോഴിക്കോടിന്റെ സംഗീത ലോകത്തെ നിറസാന്നിധ്യമായ സംഗീത കൂട്ടായ്മയാണ് മ്യൂസിക് ലവേഴ്സ് കോഴിക്കോട്. സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ സംഗീത പരിപാടി ടൗൺ ഹാളിൽ അവതരിപ്പിച്ചു. ഇതിനോടകം കുറേയേറെ നല്ല ഗായകന്മാരെയും ഗായികമാരെയും കോഴിക്കോടിന് സമ്മാനിക്കാൻ മ്യൂസിക് ലവേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. സംഗീതരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ജെറി മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഗാനമേള നടത്തിയത്. ഗാനപരിപാടിക്ക് അനിരുദ്ധൻ ഗിറ്റാറിലും, ഫിറോസ് ഖാൻ തബലയിലും, രാജേഷ് റിതം പേഡലും, സത്യജിത്ത് ഫ്ലൂട്ടിലും പശ്ചാത്തലമൊരുക്കി. പ്രവീൺ കുമാർ പനക്കൽ, അനിൽ ആലശ്ശേരി, ശ്രീകുമാർ നന്നാടത്ത്, സലീം നടക്കാവ്, രഘുനാഥ്, മനോജ്, ഷാഫിഖ്, സുനിൽ, റഷീദ്, മഞ്ജു, അനിൽ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ഡോക്ടർ മെഹ്ഷാബ്, ഗണേഷ് ബാബു, സദാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സ്കിറ്റും ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാഴക്കാട് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിക്ക് UGCയുടെ ഓട്ടോണമസ് പദവി ലഭിച്ചു. കോളേജ് കഴിഞ്ഞ വർഷം നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡും നേടിയിരുന്നു. വാഴക്കാട് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിക്ക് UGCയുടെ ഓട്ടോണമസ് പദവി. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് കഴിഞ്ഞ വർഷം നേടിയിരുന്നു. മലേഷ്യയിലെ ലിങ്കൺ യൂണിവേഴ്സിറ്റിയുമായി ഗവേഷണ പ്രവർത്തനങ്ങൾക്കുള്ള ധാരണാപത്രം ഒപ്പുവെക്കുകയും ഗവേഷണ കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തതായി പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ പറഞ്ഞു. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡിക്ക് ഓട്ടോണമസ് പദവി ലഭിച്ചിരിക്കുകയാണ്.
കേരളത്തിൽ അൺഎയ്ഡഡ് സെക്ടറിൽ A++ ഉള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഒരേ ഒരു ഓട്ടോണമസ് കോളേജാണ് സാഫി. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ തന്നെ NAC A++ നേടുന്ന ആദ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജായി സാഫി മാറുകയുണ്ടായി. കേരളത്തിൽ 4-year UG പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും. രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ വലിയ അങ്കലാപ്പിലാണ്, ആശങ്കയിലാണ്. നിലവിലുള്ള ഒരു 3-year ഡിഗ്രി പ്രോഗ്രാമിൽ നിന്ന് 4-year ഡിഗ്രി പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഒരു ക്യാമ്പസിൽ ഉണ്ടാവേണ്ടത് എന്നതിനെ കുറിച്ച് പോലും വലിയ ആശങ്ക ഇന്ന് യൂണിവേഴ്സിറ്റിയുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ മുൻപിലുണ്ട്. അതിനൊക്കെ സജ്ജമായിട്ടാണ് ഈ വർഷം സാഫി ഇതിനെ നേരിടുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് രാജ്യാന്തര പരിശീലനം നൽകുന്ന ലീഡേഴ്സ് അക്കാദമി സവിശേഷ പദ്ധതിയാണ്. ടിസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്സിന്റെ മാതൃകയിൽ അഡ്വാൻസ് ജേർണലിസത്തിലുൾപ്പെടെ 2 സെന്റർ ഓഫ് എക്സലൻസ് തുടങ്ങാൻ മാനേജ്മെന്റ് തീരുമാനിച്ചതായി വൈസ് ചെയർമാൻ PK അഹമ്മദ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൈൻ ഡോട്ട് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ബേപ്പൂർ BC റോഡിൽ പ്രവർത്തനം തുടങ്ങി. ക്ലോത്ത് പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിന്റിംഗ് സേവനങ്ങളും മികച്ച ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ നൽകുമെന്ന് സാരഥികൾ പറഞ്ഞു. സൈൻ ഡോട്ട് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ബേപ്പൂർ BC റോഡ് ഷാജി തിയേറ്ററിന് സമീപം ജമീല ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്ലോത്ത് പ്രിന്റിംഗ്, വിനൈൽ പ്രിന്റിംഗ്, LED ബോർഡുകൾ, ഹോർഡിംഗ്സ്, വൺ-വേ വിഷൻ, ബ്രോഷർ, നോട്ടീസ്, പോസ്റ്റർ, വെഡ്ഡിംഗ് കാർഡ്, ബോർഡ് വർക്കുകൾ തുടങ്ങി എല്ലാവിധ ഡിസൈനിംഗ് വർക്കുകളും കുറഞ്ഞ ചിലവിലാണ് ചെയ്തു കൊടുക്കുകയെന്ന് സ്ഥാപന സാരഥികൾ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മാനേജിംഗ് പാർട്ട്ണർ ജിജു, ദീപിക, ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷിംനയിൽ വാഹനാപകടത്തിൽ മരിച്ച സൈനികന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം സംസ്കരിച്ചു. കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയുടെ ഊർജ കിരൺ ക്യാമ്പയിൻ. വളർത്തുമൃഗങ്ങൾക്ക് ചൂടിൽ നിന്നും സംരക്ഷണമൊരുക്കി ക്ഷീര കർഷകർ. വിമാനയാത്രക്കാരെ ബാധിക്കുന്ന മിന്നൽ സമരങ്ങൾ നിരോധിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷന്റെ സമര പ്രഖ്യാപന കൺവെൻഷൻ മെയ് 16 കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.